അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമുക്ക് നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ബീഫ് കറി കണ്ടു നോക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഒരു ലൈക്ക് തരാനും കൂടി മറക്കരുത്. വീഡിയോയിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ബീഫ് എടുക്കാം. അപ്പോൾ ഞാൻ പറയുന്ന അളവല്ല ഒന്ന് ക്രമീകരിച്ചാൽ മാത്രം മതി. നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് കുക്കറിലോട്ട് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം. നിർബന്ധമായിട്ടും ഈ ഉലുവ ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ നല്ല ടേസ്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇറച്ചിയുടെ കറിയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലോട്ട് എരിവിനായിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ വരെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ നിർബന്ധമായിട്ട് വെളിച്ചെണ്ണ തന്നെ ചേർക്കണം. മറ്റു ഓയിലൊന്നും ചേർക്കരുത്. ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇറച്ചിക്കറിയുടെ റെസിപ്പിയാണ്. അതാണ് ഞാനിപ്പോൾ വെളിച്ചെണ്ണ തന്നെ പറഞ്ഞത്. ഇനി നമുക്കിതിലോട്ട് 2 മീഡിയം സൈസിലുള്ള തക്കാളി ചേർക്കാം. തക്കാളി ഞാനിപ്പോൾ ഇങ്ങനെയാണ് നല്ലോണം ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട, കാരണം ഇത് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടല്ലേ ഉള്ളത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് അങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം കൈ വെച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. സ്പൂൺ വെച്ചാലൊന്നും ശരിയായില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കൈ വെച്ചിട്ട് കുഴച്ചെടുത്ത് വരാം. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. കൂടുതലാവേണ്ട, ബീഫിൽ നിന്ന് തന്നെ വെള്ളം വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് വേവിച്ചെടുക്കണം. എത്രയാണോ നിങ്ങളുടെ ഇറച്ചിയുടെ വേവ് അതനുസരിച്ചിട്ട് നമുക്ക് വിസിൽ ഇട്ട് കൊടുക്കാം. ഒരു 90% വരെ മാത്രം വേവിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഇറച്ചി വേവാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത സ്റ്റൗവിലോട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചൂടാകുമ്പോഴത്തേക്കും ഇതിലോട്ട് വലിയ ജീരകം ഉണ്ടല്ലോ, അതൊരു 3 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ചൂടായിട്ട് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം. മസ്റ്റായിട്ടും ഈ വലിയ ജീരകം തന്നെ ചേർക്കണം. ഇനി നമ്മൾ ഇതിലോട്ട് കുരുമുളകിൻ്റെ പൊടിയാണ് ചേർക്കുന്നുള്ളത് എരിവിനായിട്ട്. ഇത് 1 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെങ്കിൽ 1.5-2 വരെ ചേർക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നുള്ളത്. ഈ സമയം തീയൊന്ന് കുറച്ച് കൊടുക്കണം, പൊടിയൊന്നും കരിഞ്ഞു പോകരുത്. അങ്ങനെ ഇതും കൂടി ചൂടാകുമ്പോഴത്തേക്കും ഇനി നമുക്ക് ഇതിലോട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2.5 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നുള്ളത്. മല്ലി എപ്പോഴും ഇറച്ചിക്കറി ഉണ്ടാക്കുകയും നമ്മൾ മല്ലി മുളകിനേക്കാളും കൂടുതൽ ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് മാറ്റി വെക്കാം. നമുക്ക് അതേ സ്റ്റൗവിൽ തന്നെ പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും 3 സവാളയാണ്, മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. അധികം സവാളയൊന്നും വേണ്ട. ഇപ്പോൾ 2 കിലോ ബീഫുള്ളതിൻ്റെ പേരിലാണ് ഞാൻ 3 സവാള എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 1 കിലോനാണെങ്കിൽ ഒരു സവാള എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഒന്ന് തളർന്ന് കിട്ടിയാൽ മതി. അധികം ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം തളർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഇറച്ചിക്ക് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സവാള ഒരുവിധം നല്ലവണ്ണം ഫ്രൈ ആയിട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇറച്ചിയിലുള്ള വെള്ളം മാത്രം ഈ പാനിലോട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈ ചാറൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടിയുണ്ടല്ലോ, അത് ഇതിലിട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. ഈ പൊടിയിലുള്ള സത്തെല്ലാം ഈ വെള്ളത്തിൽ അലിഞ്ഞ് ചേരണം. അതാണ് ഇതിൻ്റെ ഒരു രുചി എന്ന് പറയുന്നുള്ളത്. ഇപ്പം നല്ലവണ്ണം തിളച്ചിട്ട് ഒന്ന് കുറുകി തുടങ്ങുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഏകദേശം നല്ലവണ്ണം തിളച്ചിട്ട് വറ്റി തുടങ്ങാറാകുമ്പോഴത്തേക്കും ഇതിലോട്ട് 1 ടീസ്പൂണ് ഗരം മസാല ചേർക്കണം. എന്നിട്ട് ഒന്നും കൂടി മിക്സാക്കി കൊടുക്കുക. ഒരു തിളയും കൂടി തിളക്കുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് ഇറച്ചി ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഇറച്ചി കഷ്ണങ്ങൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. നല്ലവണ്ണം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലോട്ട് കറിവേപ്പില കൂടി ചേർക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ കറിവേപ്പില ഇല്ലാത്തതിന് പേരിൽ ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിനൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വരെ ഇതിനൊന്ന് വേവിച്ചെടുക്കണം. കാരണം 90% ഇറച്ചി വെന്തിട്ടുള്ളത്. ബാക്കി 10% ഇതിൽ നിന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൂടി വെച്ച് കൊടുക്കുന്നുള്ളത്. ഇറച്ചിക്കറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ലാസ്റ്റിൽ ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ മാത്രം പഞ്ചസാര ചേർക്കുന്നുണ്ട്.
ഇത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല, എന്നാൽ ചേർത്ത് കൊടുത്താൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ ഒന്ന് വേറെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന് തീ ഓഫ് ചെയ്തിട്ട് മൂടി വെക്കാവുന്നതാണ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് പൊറോട്ടയുടെ കൂടെയോ ഗീ റൈസിൻ്റെ കൂടെയോ പത്തിരിയുടെ കൂടെ ഏതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.